അടിപൊളി വ്യക്തിയെ പരിചയപ്പെടുത്തി തരാം. ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ വരൂ കോട്ടയത്തേക്ക്. പ്രായം 63-ലെത്തിയിട്ടും മരപ്പണി ഉശിരോടെ ചെയ്യുന്ന ഒരു വീട്ടമ്മയുണ്ട് കോട്ടയത്ത്. പേരൂർ സ്വദേശി ഓമനയുടെ വളയിട്ട കൈകളിൽ ഉളിയും കോട്ടുവടിയുമെല്ലാം ആധുനിക കാലത്തെ മിഷനറികളും നിഷ്പ്രയാസം വഴങ്ങും. കാണാം ഓമനയുടെ ആ മരപ്പണി വിശേഷങ്ങൾ. എന്തൊക്കെ പണിയത്തില്ലാന്ന് ചോദിച്ചാൽ മതി. കട്ടള, ജനല്, കതക്, ജനൽപ്പാളി, ഫർണിച്ചർ ഐറ്റം മുഴുവനും എന്തു വേണേലും ചെയ്യാം. ഞാൻ 2006 ഇവിടെ പണി പഠിക്കാനായിട്ട് എത്തിയത്. ആൺകോയ്മയുടെ മരപ്പണിശാലയിൽ ഓമന തൻ്റെ ഇടം ഉറപ്പിച്ചിട്ട് വർഷങ്ങളായി. എന്നോട് പറഞ്ഞു 6 മാസം പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ ചങ്ങ് നിർത്തി പോരണമെന്നാണ് പറഞ്ഞു. പക്ഷെ 6 മാസം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾക്ക് കുറേ കട്ടിലുകൾ ഓർഡർ വന്നു. ആ കട്ടിൽ മുഴുവനും ചെയ്തു കൊടുത്തു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്കിവിടുന്ന് പോകാൻ തോന്നിയില്ല. സ്വന്തമായിട്ടൊരു കട്ടിലുണ്ടാക്കുന്നതെന്ന് പറയുമ്പം പ്രത്യേകിച്ച് സ്ത്രീകളെ, പുരുഷന്മാരെ സംബന്ധിച്ച് അത് പ്രശ്നമേ അല്ല. എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീലായിപ്പോയി. അങ്ങനെ ഞാൻ സ്ഥിരം ഇവിടെ അങ്ങ് നിന്നു. മരപ്പണിയാണ് ഓമനയുടെ ജീവിതത്തിന് നിറം പിടിപ്പിച്ചത്. 2 പ്രാവശ്യം കിട്ടിയ സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ചതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഈ വീട്ടമ്മയ്ക്കുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പം തന്നെ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് കണക്കിന് 98 മാർക്കും ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു ഈ ടൈപ്പ് ഷോർട്ട് ഹാൻഡ് പഠിച്ചോളാൻ പറഞ്ഞുകൊണ്ട് അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഹയറും പാസ്സായി, ഷോർട്ട് ഹാൻഡ് ലോവർ പാസ്സായി. ഗവൺമെൻറ് പ്രസ്സിലേക്ക് ആളെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ PSC ടെസ്റ്റ് പാസ്സായി ഇൻ്റർവ്യൂവും കഴിഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കണ്ണൂരും തിരുവനന്തപുരത്തും മാത്രമേ അന്ന് ഗവൺമെൻറ് പ്രസ് ഉള്ളായിരുന്നു. കണ്ണൂരാണ് എനിക്ക് കിട്ടിയപ്പോൾ വീട്ടിൽ തന്നെ. അത് കഴിഞ്ഞ് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ വെച്ച് അതും PSC ടെസ്റ്റ് പാസ്സായി. അതിനും തൊടുപുഴ കിട്ടി, അതിനും വിട്ടില്ല. ഭർത്താവും 2 ആൺമക്കളും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും അടങ്ങുന്നതാണ് ഓമനയുടെ കുടുംബം. മക്കളും അമ്മയെ ഓർത്ത് അഭിമാനിക്കുകയാണ്. എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. എനിക്കത് ഭയങ്കര ഒരു ദുഃഖമായിട്ട് കിടക്കുമായിരുന്നു. അന്ന് എൻ്റെ കുട്ടികൾ പഠിക്കാറായപ്പോൾ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, എന്തെല്ലാം കഷ്ടപ്പെട്ടാലും ശരി എൻ്റെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് സാധിച്ചു. പിന്നെ വീട് വെക്കാനായിട്ട് എനിക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും സഹായിക്കാൻ പറ്റി. ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട്, ഒത്തിരി അഭിമാനം. അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ മിഷൻ ചെയ്യാൻ അറിയാമല്ലോ, എത്രയോ മരപ്പണിക്കാരുണ്ട്. ഇത് ഞാൻ ഈസിയായിട്ട് ഏത് രീതി വേണമെങ്കിലും സൈസ് അനുസരിച്ച് പറഞ്ഞാൽ അതേ സൈസിലെടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റും. കടച്ചിലൊക്കെ ആദ്യം ഞങ്ങളുടെ ആശാൻ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കായപ്പോഴാണ് ഞാൻ കടച്ചിലേക്ക് മാറിയത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.